വചനമൊഴി മാർച്ച് 17. വചനഭാഗം 1 പത്രോസ് 3:8-12, മത്തായിയുടെ സുവിശേഷം 5:38-48. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ് നോമ്പുകാലം. ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ വഴിയിൽ നടക്കുവാനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഹ്വാനം ശത്രുക്കളെയും സ്നേഹിക്കുക എന്നത് മുന്നോട്ട് വെക്കുന്നു. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പത്രോസ് വിശ്വാസികളെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന ഗുണങ്ങളിൽ വളരാൻ പ്രബോധിപ്പിക്കുന്നു. ഒരേ മനസ്സുള്ളവരായി ജീവിക്കുക, പരസ്പരം കരുണ കാണിക്കുക, സഹോദര സ്നേഹത്തിൽ വളരുക, വിനയത്തോടെ പെരുമാറുക. സ്ലീഹ വളരെ പ്രധാനമായ ഒരു സന്ദേശം നൽകുന്നു. ദോഷത്തിന് ദോഷം ചെയ്യരുത്, ശാപത്തിന് ശാപം കൊടുക്കരുത്, പകരം അനുഗ്രഹിക്കുക. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം പ്രതികാരമല്ല, മറിച്ച് സ്നേഹവും അനുഗ്രഹവുമാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്, മത്തായി ശ്ലീഹ അറിയിക്കുന്ന സുവിശേഷത്തിലൂടെ നാം ശ്രവിക്കുന്നതും പ്രതികാരത്തിനു പകരം സ്നേഹം എന്ന സന്ദേശമാണ്. ഈശോ പറയുന്നു, പഴയ നിയമത്തിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദുഷ്ടനെതിരെ പ്രതികാരം ചെയ്യരുത്, നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കുക, അവർക്കായി പ്രാർത്ഥിക്കൂ എന്നാണ് ഈശോ പറയുന്നത്. ദൈവസ്നേഹത്തെ അതിന്റെ പൂർണ്ണതയിൽ അനുകരിക്കുവാൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ദൈവം നല്ലവർക്കും ദുഷ്ടർക്കും ഒരുപോലെ സൂര്യനും മഴയും നൽകുന്നു. അതുപോലെ ഈശോയിൽ വിശ്വസിക്കുന്നവരും എല്ലാവരോടും സ്നേഹത്തിലും കരുണയിലും ജീവിക്കണമെന്ന സന്ദേശം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ, ശത്രുക്കൾക്കായി നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ, നമ്മെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ, പ്രതികാരത്തിന് പകരം സ്നേഹം കൊടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. കോപത്തിൽ നിന്ന് ക്ഷമയിലേക്കും പ്രതികാരത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.